നീ എന്നൊക്കെ വിളിക്കാൻ നിന്റെ മടിയിലിരുത്തിയാണോടാ പേരിട്ടത്? എന്നാ അത് പോട്ടെ. പിയൂൺ സാറേ, ടീ സാപ്പിടുവാണോ? വല്യമ്മാവൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചത് മാത്രം. നീ ചെവിയിലൊന്ന് വിളിക്കോ. എല്ലാ കാലത്തും ഞാൻ പിയൂണായിരിക്കില്ല. അതെനിക്കറിയടാ. ഈ പണിഷ്മെന്റ് കഴിഞ്ഞ നീ പത്തി വിടർത്തി ആടുവെന്നും കൊത്താൻ നോക്കുമെന്നും എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ടൊരു കാര്യം ചോദിക്കാനാ ഇപ്പൊ ഈ സ്റ്റാഫ് റൂമിലേക്ക് വന്ന്. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ലല്ലോ. എന്താടാ നിന്റെ ഉദ്ദേശം? ഇത് തൽക്കാലം ഒരു ലോക്കപ്പ് മുറിയാണെന്ന് നീ കരുതിയാ മതി. ഞാനൊരു VVSIT തലവനും. VVSIT തലവനോ? അതെന്തോന്നു? അതെ, വെരി വെരി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമൊന്നും ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കിയതാ. ചുമ്മാ നിന്നൊന്ന് കൈകാര്യം ചെയ്യാം. എന്നെ കൈകാര്യം ചെയ്യാനേ നീ കുറച്ച് ബുദ്ധിമുട്ടും. ഇല്ലടാ, ഒരു ബുദ്ധിമുട്ടുമില്ല. സാമ്പിള് പിടിക്കട്ടെ. പുറകെ വരുന്നുണ്ട് അമിട്ടും കുണ്ടും ഗർഭം കലക്കിയും. എടാ, നീ മരിക്കാനുള്ള പുറപ്പാടിലാണല്ലേ? ഞാൻ മരിക്കുന്നില്ല. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവുകയല്ല. അതിന് മുമ്പ് സത്യം പറഞ്ഞു. ആ 10 കോടി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നടാ? ചോദിച്ച കേട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ട് ആ പണം ട്രാൻസ്ഫർ ചെയ്തതെന്ന്? എന്റെ കമ്പനിയുടെ പണം കൈമാറിയത് ചോദിക്കാൻ നീ ആരാടാ? നിന്റെ തന്തയുടെ വക കമ്പനിയല്ല വർമ്മ കൺസ്ട്രക്ഷൻസ്. നിനക്കും സൂര്യമംഗലത്തെ പിച്ചക്കാരിയായിരുന്ന നിന്റെ അമ്മയ്ക്കും അതിൽ ഒരു പങ്കുമില്ലടാ. ആ കമ്പനി വർമ്മ സാറിന്റെ. അതിന്റെ അവകാശി ഏക മകൾ ഋതിക. അതിന് വല്യമാന്റെ മകളല്ലല്ലോടാ ഋതിക. ഇനി നിന്റെ അമ്മ പറഞ്ഞു പരത്തുന്ന അപവാദം മേല നീ പറയടാ. പറയുന്നു ഇത് സത്യം പറയും. ആ 10 കോടി നീ എന്തിനു കൈമാറി? ജയിലിൽ കിടന്നത് എന്റെ ഭാര്യയാണ്.